Hi friends, Viniz worldilekku ellarkkum swagatham. Ee channel subscribe cheyyathavarkku ഒന്ന് subscribe ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞി ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ആക്കി ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് അവൽ ഉപ്പുമാവാണ്. അതിനായിട്ടൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ പൊട്ടുകടലയ്ക്ക് വരെ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ പൊട്ടുകടലയുടെ കളറ് മാറി വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 5-6 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോപ്പ് ചെയ്ത പച്ചമുളകാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ വലുതാക്കി ഇട്ടാലും മതി, എന്നിട്ട് അത് എടുത്ത് മാറ്റാമല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതാണ്, അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പുമാവ് ഇത്തിരി കൂടി ഹെൽത്തി ആവാൻ വേണ്ടിയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ പൊട്ടുകടല ഇട്ടപ്പോൾ പ്രോട്ടീനും ആയി, ക്യാരറ്റ് ഇട്ടപ്പോൾ വെജിറ്റബിളും ആയി. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊരു പാതി വേവാവണ വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമ്മളിതിലേക്ക് എടുക്കുന്നത് 2 കപ്പ് അവലാണ്. ഞാനിപ്പോൾ പുന്നല്ലിൻ്റെ അവലാണ് എടുത്തേക്കണത്. ഇനി അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നനച്ചു കൊടുക്കണം. നമ്മൾ വെളുത്ത അവലെടുക്കണതിനേക്കാൾ നല്ലത് ഈ അവലെടുക്കണതാണ്. കാരണം ആ അവൽ പെട്ടെന്ന് കുതിർന്നു പോവും. ജസ്റ്റ് ഒന്ന് നനച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഈ ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് നനച്ച് വെച്ച അവലിട്ട് കൊടുക്കുവാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിൻ്റെ മോയ്സ്ചർ പോണ വരെ ഒന്ന് ഇളക്കാം കേട്ടോ. നമ്മൾ വെള്ളം തളിച്ചു കൊടുത്തല്ലേ, ആ വെള്ളം ഒന്ന് പോയി ഒരു ഇതൊന്ന് ഡ്രൈ ആവണ വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അതൊരു കളറിന് വേണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ ഇതിന് കറിയോ അങ്ങനെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. ഇപ്പം ഞാൻ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കണ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കിയേക്കണത്. ഈ ഉപ്പൊക്കെ നോക്കിയേക്കണം കേട്ടോ. ആദ്യം ഞാൻ കുറച്ച് ഉപ്പിട്ടതല്ലേ, അത് മതിയാവും. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണം ഉപ്പുണ്ടോ ഇല്ലയോ എന്ന്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉപ്പുമാവാണ്. ഇത് എപ്പോൾ വേണേലും കഴിക്കാം കേട്ടോ. ലഞ്ചായിട്ട് വരെ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.